ആലപ്പുഴയിലോട്ടുള്ള വഴി അറിയിച്ചോ? ആരുടെ? ഈ ബൈക്കാരനോടോ? നിർത്തിയിട്ട് ചോദിക്കണോ അല്ലെങ്കിൽ ബോണറ്റിൽ ഇരുത്തിയിട്ട് ചോദിക്കണോ? ചത്താലും ഉണ്ടല്ലോ റോഡ് നോക്കി ഓടിക്കില്ല തന്നെയാണ്. സമയോക്കർ ആ സിജോ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് റോഡ് ഓപ്പൺ ചെയ്യുന്നതിന്റെ അന്ന് ഇതിലൂടെ ഒരു യാത്ര. അത് മെട്രോ മാറി, അത് മറ്റേത് എന്നുവെച്ചാ എയർ ബാഗ് ഒന്നുമില്ല, അത് ചുമ്മാ പേര് മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞാൻ ബ്രിഡ്ജാന്ന്. ബ്രിഡ്ജോ? നമ്മുടെ തലക്കോളം എന്ത് പോയാലും അത് ബ്രിഡ്ജാണല്ലേ. ഇത് പാലം. ജാമിയോ ആറ് വരിപ്പാത അല്ല, ഇതിന്റെ മേളില് 4 പേര് വരും. താഴെ ഉണ്ട് ആടെ നേരടാ. KSRTC നാമോട്ടെ അവൻ പോയിട്ട് ബാക്കി എടുത്തു. നീ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച KSRTC ബസ്സാണ് പോണത്. ചെസ്റ്റ് നമ്പർ 1 തിരുവനന്തപുരം നെടുമങ്ങാട് RP 240 സൂപ്പർ ഫാസ്റ്റ് KL 15A 935. ആയി ഇവന്മാരെ ഓണം അടിക്കില്ല. ഇത് പുറത്തെടുത്ത് പെയിന്റ് ചെയ്യണം. അവന്മാർക്ക് ഒരു 50 രൂപ പെയിന്റ്. പുള്ളി അറിയാം ആടി പോകും 50 സാമ്പിൾ മേടിക്കും. കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞു. നമ്മളാണ് നമുക്ക് പാച്ച് പൊട്ടിയിട്ട് അതൊക്കെ ചെയ്തിട്ടൊന്നുമില്ല. ഇടത് വശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നത് എന്താ പന്നിടത്തോടെ ഓവർടേക്ക് ചെയ്യുന്നത്. അത് പോരട്ടെ, ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്ത് തിരിച്ചിട്ട് ആ പന്ന ഞങ്ങളെ ഇടതുവശത്തോടെ തന്നെ ഓവർടേക്ക് ചെയ്ത്. ഈ വാഹനം അളവകട വരെ എന്നല്ലേ നമ്പറുണ്ടാ? ഈ വാഹനം അപകട നമ്പറുണ്ട്. വിളിക്കും ഇപ്പൊ തന്നെ വിളിക്കും. എടാ വിളിക്കടാ. അപകടം വരട്ടെ. അല്ലാതെ ഇടതുവശത്ത് കൂടെ എഴുതിയൊക്കെ നായിന്റെ മോനെ ആ നല്ല ഡ്രൈവർ ഇടതുവശത്ത് കൂടി നമ്മളെ കൊണ്ടുപോയത്. ഇതൊക്കെ അടുത്തോളം നിൽക്കണം. ഇടതുവശത്ത് കൂടി എടുത്തോണ്ട് പോകണം. നിർത്തി ചേച്ചി മറ്റേ ഇതിന് കൊടുക്കാൻ വേണ്ടിട്ട് എല്ലായിടത്തും അബാമ് കെട്ടിട്ടുണ്ട്. എങ്ങനെ കൊടുക്കാതിരിക്ക? ലാസ്റ്റ് ചെയ്ത പടത്തിന്റെ പേരെന്താ? ബാഡ് ബോയ്സ്. ഇനി അടുത്തത് മറ്റേ ധ്യാൻ ശ്രീനിവാസൻ, അനുപമേനോന്, പുള്ളിക്കാരത്തി രവീന്ദ്രൻ എവിടെയാന്നോ അങ്ങനെ എന്നുള്ള പടത്തിന്റെ പേര്. അപ്പൊ പുള്ളിക്കാരത്തി കുറച്ചൊന്നുമില്ല, ഹോട്ടൽ ലീസിനല്ല വിൽക്കന്നെ വേണ്ടി വരും. അവർക്ക് അഭിനയിക്കാൻ വേണ്ടി പിടിക്കുന്നേ. അവര് സിനിമ ചെയ്താ അവരെന്തായാലും അഭിനയിക്കല്. പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞെന്താ അറിയോ, ഇവർക്ക് വേറെ ഒരുപാട് ബിസിനസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്താൽ അതിൽ ലോസ് വരുത്തി കഴിഞ്ഞാലും പ്രോഫിറ്റും ലോസും ടൈ ആവുള്ളൂ. സിജോ നേരെ നോക്കണം. ജബ്രിലോ അവന്മാരെ കയറ്റി വിട്ടില്ല, അവന്മാര് കേറിപ്പോയതാ. അവന്മാരെ കേറ്റി
പുറകെ ഒരു പിങ്ക് ഷർട്ടിട്ട് ചേച്ചി. പിങ്ക് ചിക്കോ അത് കട്ട് ആ പുള്ളിയുടെ ആരിലും കണ്ടതല്ല. അരീഫ് നമ്മളല്ലേ ഒരു കടയിൽ നിർത്തേ കൃഷ്ണ കപ്സറ പഠിക്കാൻ പോയോ? ബ്ലോഗിൽ നമ്മൾ അങ്ങനെ പറയുള്ളൂ. നിനക്ക് പറ്റുന്നൊക്കെ അബദ്ധമാണ്. ഇമാനുവലിനാണ് തുറവൂര്. ഇവിടെ ഇമ്മുന്റെ വീട്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇമ്മു തുറവൂർ പഞ്ചായത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ടതാണ്. തുറവൂർ പടി കളിച്ചു. ഭയങ്കര മഴ. ഇപ്പൊ തുടങ്ങിയ മഴയാണ്. ഭയങ്കരമില്ല. നീ വൈപ്രെല്ലാം പറഞ്ഞോളാണോ? വൈപ്രട്ടെ വൈപ്രട്ടെ കേടൊന്ന് മാറ്റേണ്ടി വരുന്നത്. മുടിഞ്ഞ മഴ. ഞങ്ങൾ പെട്ടു ഗെയ്സ്. ഞങ്ങളെ നേരെ നോക്കി ഓടിക്കാത്ത ഡ്രൈവറും ഞങ്ങളും മഴയത്ത് പെട്ടു. മുന്നിൽ പോകുന്ന ഷിഫ്റ്റിന് ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിക്ക് ഞങ്ങൾ ഷിഫ്റ്റിന്റെ അകത്ത്, ഇല്ലെങ്കിൽ ഷിഫ്റ്റിന്റെ പുറത്ത്. ഞങ്ങൾ ഡ്രൈവറെ കോട്ടയത്ത് നിന്ന് സ്പെഷ്യലി ഇറക്കിയതാണ്. ഗെയ്സ് അങ്ങനെ മഴ മാറി. മഴയൊക്കെ പോയി. നല്ല മീൻ കിട്ടും സ്ഥലം. ഒറ്റ മീനില്ല അവിടെ വെറുതെ കിടക്കൂടല്ലോ. നല്ല വള്ളമൊക്കെ കിടക്കുന്നുണ്ട്. വള്ളം കടലല്ലേ? നല്ല മീൻ കിട്ടുമെന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴേ അപ്പന്മാരൊക്കെ ചുമ്മായിരിക്കുക. സത്യാന്റണി എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജംഗ്ഷൻ. ആൾക്കാർ കൂടിക്കുന്ന ജനസംഖ്യ എന്ന് പറഞ്ഞു. നീയാ പറഞ്ഞേ? ഞാൻ ജനസംഖ്യ എന്നല്ല, ആൾക്കൂട്ടം കൂടിയിട്ട് എന്നാണ് സംഭവം ചോദിച്ചോളൂ. നേരത്തെ കല്യാണം എന്ന് പറഞ്ഞു. ആ കല്യാണം അത് എന്നെ അവിടെ നിർത്തിയാൽ മതി. നിങ്ങൾ പോയിട്ട് നാളെ വന്നാലും മതി. ഞാൻ കേട്ടറിംഗ് മണിക്ക് കയറി. തങ്കമണിയല്ല, കേട്ടറിംഗ് മണിക്ക് ആയാലും കേട്ടറിംഗിന്റെ പണി സംഭവം മനസ്സിലായ കാറ്ററിംഗിന്റെ പണി സംഗതി കയറി പിടിച്ചോന്ന് ഒഴിച്ചുണ്ട്. തെങ്ങ് ചതിച്ചു. അതൊക്കെ അവന്റെ നാടിലുള്ള റൂട്ടിലൂടെ നടന്നോട്ടാ. അപ്പൊ നിന്നെ ഇത് അവനതാ കംഫർട്ട്. സെൻട്രൽ കൂടി നടന്നു കഴിഞ്ഞാൽ അവനെ മൂട് കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് അരി പോയടാ. ഗോതമ്പാടാ അത്. ഗോതമ്പ് റേഷൻ കടന്ന് വെറുതെ കിട്ടും. 4 രൂപ കൊടുത്താൽ മതി. അരിയും കിട്ടില്ല റേഷൻ കടന്. അതെ ഇവിടെ തന്നെ റേഷൻ കട. റേഷൻ കട കേട്ടോ, നല്ല രസം. എന്ത് ഗ്രാമീണ റേഷൻ കട. ഗ്രാമീണ റേഷൻ കട. അവിടെ അല്ലേ തൊട്ട് ചേർത്ത് ഉറങ്ങണം കേട്ടോ. നല്ല വൈബായിട്ടിരിക്കുന്നു. കിട്ടും വലിച്ചാൽ വൈബ്. എന്ത് എന്ത് ആന്തിരാഞ്ജലി. ആന്തിരാഞ്ജലി ആന്തിരാഞ്ജലി. അടാ ആദരാഞ്ജലി. ആദരാഞ്ജലി. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് തെങ്ങ് ചതിച്ചു. അന്ധകാരനാഴി ബീച്ച്.
ഇങ്ങനെ കാണിക്കല്ലേ? അന്ധകാര നാഴി ബീച്ച്. ഒന്നുമില്ല, ആരൊക്കെയോ എന്തൊക്കെയോ. പഴയ റെയിൽവേ സ്റ്റേഷൻ ആണത്. മാണമേ അത് ഡാമാണ്. പഴയ റെയിൽവേ സ്റ്റേഷൻ ആണോ? എന്തൊരു ബോഗിയൊക്കെ ഇരിക്കുന്നത്. ബോഗി ലൈറ്റ് ടവർ, ടവർ ലൈറ്റ് ടവർ എന്താണ്? ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് ആണോ? മാപ്പൊക്കെ വിട്ടില്ലേ? വണ്ടി ഓടിച്ചിട്ട് ടയേർഡായെന്നാ പറയുന്നത്. നടുവേനാണ് എനിക്ക്. ഹോമിയോ ഡോക്ടർ. നല്ല രസമുണ്ടല്ലേ? വെള്ളം കിടക്കുന്നു, വെള്ളം മുങ്ങി കിടക്കുന്നു. അതാണ് മുങ്ങിക്കപ്പല്. ലെഫ്റ്റ്. വെള്ളം മുക്കിയാണ്, കുറെ വെള്ളം മുങ്ങി കിടക്കുന്നുണ്ട്. പഴയതായ വെള്ളത്തിൽ മുക്കിക്കളയണം പറയാം. പഴകി കഴിഞ്ഞാലേ വെള്ളത്തിൽ മുക്കിക്കളയാ ചെയ്യാം. എടാ കടലില് വെള്ളം കയറി ഇങ്ങോട്ട് കയറാതൊക്കെ. കടലിൽ വെള്ളം കയറുമ്പോൾ 2 സൈഡിലും ഡാമുകൾ താത്തും. അപ്പൊ വെള്ളം തടഞ്ഞു വെക്കും. ആടിനെ കണ്ടോ? വാവ്, വാഗമണ്ണ് പോയപ്പോ മാനിനെ കാണാത്തത് ഇപ്പൊ ആടിനെ കണ്ടപ്പോ തീർന്നാ. ഇവിടെ കൂടുതൽ മീൻ വെള്ളത്തിലായിരിക്കും. കൂടുതൽ മീൻ ചെറിയ മീനാണ്. ചെറിയ മീൻ കൊഴുവയോ? കൊഴുവ. ഇവിടെ കൂടുതലാണോ? കൊഴുവയും കക്കയും. നിന്നോട് ആരാ പറഞ്ഞതാണ്? കക്കുവോ? കൊഴുവ കക്കത്രേ. കൊഴുവയും കക്കയും. നിന്നോട് ആരാ പറഞ്ഞേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊഴുവ കക്ക. ഇവിടെ ചിക്കൻ 100 രൂപ നിരിക്കുമ്പോ കടലിൽ ചിക്കനാ കിട്ടുന്നത്. ശിജോ എന്നോട് കാര്യമില്ല, കാശ് അവിടെ ഇരിക്കണല്ലേ. പകരം കൊടുത്തോ? ഞാൻ ആലപ്പുഴ കാണാന്നുള്ള പോലും ഇപ്പൊ തീർന്നാ. ആലപ്പുഴ ഞാൻ കാണാത്ത ആലപ്പുഴ. നീ ഇതിന് പിന്നെ എന്താ ആലപ്പുഴ ഉണ്ട്? ചേട്ടാ നമ്മളെ ഇപ്പൊ അവിടെ ഇല്ല. നമ്മളൊരു പ്രോപ്പർട്ടി കൊല്ലത്തോട്ട് വന്നേക്കുവാണ്. കൃപാസനത്തിന്റെ ആലപ്പുഴയാണോ? നമുക്ക് പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ എടുക്കുമ്പോ ലോക്കറിന്റെ കീ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല. അക്കൗണ്ട്സേ എന്താ നമുക്കങ്ങനെ വേറെ ആൾക്ക് എടുത്ത് കൊടുക്കാൻ പാടില്ല. അതാണ്. ആരാണ്? ആശ്രിത അറിയാ, മറ്റേ ചാരിറ്റി. അവര് 2-ാം തീയതി വരണ്ടേ? അവരിന്ന് വന്നത്. അവര് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇപ്പൊ കൊടുത്തിട്ടില്ല. ഇല്ലല്ല, ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞാണ്. ആ ചേച്ചി ഇപ്പൊ 2 ദിവസം HR-ലപ്പോ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞാണ് തരാൻ പറ്റില്ല, 2-ാം തീയതി തരാന്ന് പറഞ്ഞു. 2-ാം തീയതി വരെ മേടിക്കാം, ഇതിനോട് വരരുതെന്ന് പറഞ്ഞു. ഒന്നും ഇത് വന്ന് ഇവരാണ് മാസം 1 പ്രാവശ്യം വരണുള്ളതെന്ന് പറഞ്ഞത്. ഇപ്പൊ 2 ദിവസത്തിന് 1 മാസത്തിന് കൊടുത്ത 1-2 ദിവസത്തിന് കൊടുത്തിട്ടില്ലെന്നുണ്ട്. പക്ഷെ ഇവർ 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. 200 കേസ് ചെറുതായിട്ട് ഇതിനെ സഹായിക്കാൻ പറ്റുമോ? ചെറുതായിട്ട് എന്ത് സഹായിക്കാം? ഞാൻ പറയുന്നത് എന്തോ, ഇത് നടത്താൻ പറ്റാത്തൊരു ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ഇവര് ചാരിറ്റി എന്നും പറഞ്ഞ് ഇത് നടത്തി ഇവർ നോക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് നടത്താൻ പറ്റുമോ? ഇവര് ചെയ്യുക. അല്ല ഇവര് ഈ നാട്ടുകാരെ പുറകെ നടത്താണ്ട് പിരിച്ചാട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാണ് നീ ആലോചിച്ച് നോക്കി. അവരിപ്പം അന്നൊന്നില്ലേ എന്തോ സാധനം, അത് ബംഗ്ലാദേശ് അവിടെ ഇവിടെ കണ്ടൊക്കെയാ. അത് ഗൂഗിളിൽ പോലും ഒരു ബിൽഡിംഗ് പോലും ഇല്ല അതിനകത്ത്. ഇവര് ഇങ്ങനെ നടന്ന് ഡെയിലി ഒരു 1000 വെച്ച് പിരിക്കും. ചിലപ്പോ 500 രൂപ പിരിക്കാൻ പോകുന്ന 500 രൂപ അവർക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ഒന്നും പൈസ കൊടുക്കണ്ട. നമുക്ക് എന്തൊരു ചെയ്യണം? അതിലിപ്പോ നീ നേരത്തെ പറഞ്ഞാല് സ്വന്തം തന്നക്കെന്നുള്ളൊക്കെ ഒരു 100 രൂപ കൊടുക്കാൻ മഴയില്ലാത്ത നമ്മൾ ഈ നാട്ടുകാരെ തന്നെ ഒരു കാര്യമില്ല. ഒരു വഴിയില്ലാത്തവർക്ക് ഞാൻ കൊടുക്കാണ്ട്. ഇത് എനിക്ക് ആ പുള്ളി അയ്യക്ക അങ്ങനെ തന്നെ എന്റെ അച്ഛൻ ഇരിക്കണേ. ഞാൻ ഇപ്പൊ എന്റെ അച്ഛനും കൂടെ കൊടുക്കണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വീട്ടില് 10 രൂപ കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് വരട്ടെ. എന്നിട്ട് ഞങ്ങൾ നാട്ടുകാരെ സഹിക്കാം. വീട്ടിൽ 10 രൂപ കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നാട്ടുകാരെ നോക്കല്? നേരത്തെ ആ ഒട്ടും വയ്യാത്ത പുള്ളി ഇതൊരു ആ പുള്ളിനെ പോലെയാണ് എന്റെ അച്ഛനും എന്റെ അപ്പൂപ്പനൊക്കെ ഇരിക്കണേ. അപ്പൊ പിന്നെ ഞാൻ അവരെ പറ്റുമല്ലോ. അവരും എന്റെ അച്ഛൻ പണിക്കുമുണ്ട്, എന്റെ അപ്പൂപ്പൻ പണിക്കുമുണ്ട്. അപ്പൊ അത്രയൊന്നും ഇല്ലല്ലോ. എന്തായാലും വയ്യാത്തവർക്ക് കൊടുക്കാം, ഒട്ടും വയ്യാത്തവർക്ക് കൊടുക്കാം. ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളവര്. അങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ മടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ പിച്ചെടുക്കാൻ പറയുന്നുണ്ടാവും. പൈസ അങ്ങനത്തെ ആൾക്കാരുള്ള ഈ ഇതേ ഒരു സെറ്റപ്പാണ് ഈ പാർട്ടി ഫണ്ട് പിരിക്കല്.
ഇവര് എവിടെയെങ്കിലും പോയിട്ട് വരും 30 വീട് വെച്ച് കൊടുക്കാം, 50 വീട് വെച്ച് കൊടുക്കാം, 100 വീട് വെച്ച് കൊടുക്കാന്ന് പറയും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തൊട്ട് ഇറങ്ങുക ഭീഷണിയാ. നീ 1000 താളാ, നീ 2000 താളാ, നീ 3000 താളാ എന്നും പറഞ്ഞിട്ട് ഭീഷണിയാ. അവര് പറ്റണ പരിപാടി എടുക്കുക. സിജോനെ കാണാനില്ല, സിജോ മുങ്ങിയാ. സിജോ എന്ത് റെസ്റ്റ്? വയറ് വളർത്തിയോ? വയറ് വീർത്തോ? വയറ് വീർത്താ കുഴപ്പമില്ല, നീ വായിലൂടെ പുറത്തു വിടണം, താഴയിലൂടെ പുറത്തു വിട്ടാ നിന്നെ മണ്ടയാൻ മുട്ടിക്കും. ഇനി 1 മണിക്കൂർ 5 മിനിറ്റും. അപ്പൊ നമ്മളൊരു 7:05 7:10 ആകുമ്പോഴേക്കും നമ്മളെ ഹോട്ടലിൽ റീച്ച് ആവും. എങ്ങനെ നിനക്ക് 14-ാം തീയതി നിനക്ക് എന്താ അത്യാവശ്യം? എവിടെ പോണം? വരെയുടെ മരുന്ന് മേടിക്കാനോ? 18-ാം തീയതി എന്റെ കൊച്ചിന്റെ വാക്സിനേഷനാ. കൊച്ചിന് വരേണ്ട സുഖമുണ്ടോ? തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് 5 എന്റെ വൈഫ് നേഴ്സാണ്. എന്നിട്ടാണ് നേഴ്സ്. ഈ മോന്റെ വൈഫ് നേഴ്സാ. എന്നിട്ട് അവക്ക് ഒരു വരയുടെ മരുന്ന് എടുക്കാൻ കൊച്ചിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വയ്യ. നീ ഉണ്ടെങ്കിലും കൊച്ചിന് വര വരത്തുള്ളൂ. വര പറഞ്ഞ കേക്കുള്ളൂ. വരേന്ന് പറയും. വരെ അല്ലയോ വരെ. ഞാൻ കൊച്ചിയിലാന്നുള്ള കാര്യം വരക്കറിയില്ലായിരുന്നു. വിറകോ? വിറകായിട്ടാ. വിറകിലോട്ട് മാറി. നിങ്ങളിപ്പോ ഇപ്പത്തെ സൂര്യത്തിന്റെ ഇതിലാണ് കുക്ക് ചെയ്തോണ്ടിരിക്കണേ. സോളാർ ചട്ടി പുറത്ത് വെക്കും. ആള് ചിങ്കിടി തന്നെ കേട്ടോ. നീ പോയിട്ടേ വിറകെടുക്കാണോ? അല്ല പുറകിൽ തന്നെ പുള്ളിപ്പോ ചവിട്ടുമല്ലോ. എന്ത് നീരമ്മേലല്ലടാ മൈല, നിർമ്മൽ എന്നാണത്. സൗണ്ട് ഹൊറൻ. നിനക്ക് എങ്ങനെയാണ് ഇത്തിരി തന്നെ കഴിവ് കിട്ടുന്നത്? ഹോറർ എന്ന് പറഞ്ഞാൽ പ്രേതമല്ലേ? അത് കൊച്ചത്തിൽ പ്രേതം ഡാർക്കുള. അത് ഹോററല്ലേ? അനിയ നീൽ ഡ്രാക്കുള. ഈ ബസ്, ഈ നീരാമാല് എല്ലാം നാളെ പന്നിയെ കിട്ടുമല്ലേ? ഇവിടെ പന്നിയാ പോടാ അവിടുന്ന്. ബീഫ് കിട്ടും. നിന്റെ പ്രശ്നം നിനക്കെന്താ വേണ്ടേ? കടപ്പുറത്ത് എടാ മീൻ കിട്ടും അവിടെ, നല്ല മീൻ കിട്ടും. കടൽ പന്നില്ലേ? കടൽ ബീഫ് കിട്ടും. അങ്കമാലി പോണ കിട്ടുമല്ലേ പന്നി? പോണോ? അങ്കമാലി എവിടെ വേണേലും പോ, എണ്ണ ഇഷ്ടത്തിന് അടിച്ചിട്ടുണ്ടല്ലോ. പാട്ട് മാറി പോയോ? ഭദ്രകാളി വട്ടാൻ പാട്ടില്ലേ? അത് അങ്കമാലി തുടങ്ങി പുള്ളി. പാട്ട് വേറെ സ്ഥലത്തോട്ട് പോയി. അങ്കമാലി ഭദ്ര വട്ടകാവുന്നൊക്കെ. ജിജോ, ഇവിടെ നിന്റെ ചിറ്റപ്പന്റെ വീടില്ലേ? നിറാമലിനെ ഓട്ടയ്ക്കാൻ എന്താ വഴി? നല്ല ഒതുക്കമുള്ള വീട്. പുറകെ കടല്. 3 കടം ഒരു ഫ്രണ്ടിന് കൊള്ളാം. മാസം 2000 രൂപ. തപ്പിത്താക്കളവാക്ക്. ആ മഴയൊക്കെ പെയ്യണ്ടായിരുന്നു. പുള്ളിക്കെന്താ പറ്റി? മൂട അരിവണ്ടി. എന്താ പറയാ, ഓരോ നാട്ടിൽ പോകുമ്പോഴും ഓരോരോ സ്റ്റൈല് ഡ്രൈവിംഗാ. ഇവിടുത്തെ ഡ്രൈവിംഗ് എങ്ങനെയെന്ന് പറയാൻ പറ്റൂലേ? അല്ല ജീവന ഒത്ത വളവിലാ വണ്ടി ഇറച്ചേക്കുന്നത്. എന്നിട്ട് നമ്മള് കയ്യോണ്ട് അടിച്ചിട്ടുണ്ട്. ഇവിടെ മീൻ തന്നെ
ഇതാണ് ഹാർബർ സിജോ. ചെല്ലാനോ ഹാർബർ. ബാർബർ. ബാർബർ. ഇവിടെ ഇട്ട് തരും ഇവിടെ. വഞ്ചിയിലെത്തി. മീൻ കിടത്തില്ല അവിടെ. മീനില്ലേ, മീൻ പോകുന്നില്ല. മീൻ കര വരെ വന്നിട്ട് തിരിച്ചു. ഹാർബറില് മീൻ കിട്ടില്ലടാ. എല്ലാരും ഹാപ്പി അല്ലേ? എന്നിട്ട് പോയിക്കളെ. ബിൽഡിംഗ് ഉണ്ടല്ലോ, പള്ളി. ഹാർബർ ബ്യൂട്ടി പാർക്ക്.